സമയത്ത് ഓട്ടോയിൽ അവനായിരുന്നു അവന്റെ സ്കൂട്ടറൊക്കെ വഴിയില്ലായിരുന്നു. കൊള്ളക്കാരനും കൂടി ഇവിടെ നിൽക്കായിരുന്നാ വേറെ അടുത്തുണ്ടല്ലോ എന്താ അവന്റെ പേര്? നടരായ അവിടെ പോയ അവനെ ഞങ്ങളെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടേ. എന്ത് നിനക്കെന്ത്? എപ്പോ പറഞ്ഞിട്ടെ? എടാ എപ്പോ പറഞ്ഞു വിട്ടെ? സമയം കാലമൊക്കെ നിന്റെ അടുത്ത് പറയണോ? എടേ എവിടെ പോയി? ഒരു ആൾ ചോദിക്കുമ്പോൾ പറയടേ എവിടെ പോയി, എന്തിനു പോയി? നിനക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണേൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എവിടെ പോയെന്ന്? നിങ്ങൾക്ക് എവിടെ പോയെന്ന് അറിയില്ല. എടേ ഞങ്ങൾ അവനെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടേക്കാണ്. അത് പറഞ്ഞില്ലേ? ശരി. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ മജിസ്ട്രേറ്റ് സ്കൂട്ടർ വഴിയിൽ അവനെ എടുത്തുകൊണ്ടിരാൻ സഹായിക്കാനായിട്ടായിരിക്കും. അവന്റെ പാർട്ടിയിൽ ആളില്ലല്ലോ. നമ്മൾ പോവില്ല എന്തായാലും. ഇതാണേ നിന്റെ അടുത്ത് ഇപ്പൊ പോയ നടരേ. ദുഷ്ടത്തരം കാണിക്കലടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിന്റെ ഭർത്താവിനോട് ചോദിച്ചോ. നിക്കല്ലേ മല പോലെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? തങ്കം ഇന്ന് രാവിലെ പത്രത്തിൽ വാർത്ത വന്നില്ലേ? എന്ത് വാർത്ത? ഈ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാലേ 5 ലക്ഷം രൂപയും സർക്കാർ ജോലിയും കൊടുക്കുന്നു. അത് കേട്ടിട്ട് ഈ 2 ദുഷ്ടന്മാരും കൂടെ ചേർന്ന് ആ പാഷാർത്ഥ കൃമി അവനും യവനും കൂടെ ചേർന്ന് യവനെ പറഞ്ഞു വെച്ചിരിക്കണം അവിടെ മാവോയിസ്റ്റ് ആയിട്ട് പൈസ മേടിക്കാൻ. അല്ല അതിനെന്തിനാ ഇങ്ങനെ തല്ലിച്ചതച്ചത് നടരാജന്? തല്ലിച്ചത് ഗവൺമെന്റിനെ കബളിപ്പിച്ചെന്ന് പറഞ്ഞ് പോലീസുകാരന്മാർ എടുത്തിട്ട് വീർത്തിയാ പെരുമാറി. ഈ കർത്താവിനാണോ? എനിക്കൊന്നും അറിയില്ലേ. നിനക്കൊന്നും അറിയില്ല. യവന്മാർ രണ്ടും കൂടെ അവനെ പറഞ്ഞു വെച്ചെന്തിനെന്നറിയാം. ആദ്യം അവനെ പറഞ്ഞു വെച്ചു ഇത് സക്സസ് ആവുകയാണെങ്കിൽ യവന്മാർ ബാക്ക് ചെയ്ത് പൈസ വാങ്ങിക്കാൻ ബാക്ക് ചെയ്ത് പോവാന്ന്. അത്ര ദുഷ്ടന്മാരാണ് അവന്മാര്. പിന്നെ ആദ്യത്തെ ഇടി കിട്ടിയ ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 പേരെ പേര്, ജാതകവും ഫോൺ നമ്പരും അഡ്രസ്സും എന്തിന് വീടിന്റെ ആ നീല ഗേറ്റ് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 പേർ റെഡി ആയിരിക്കും. അടുത്ത അവാർഡ് ഇപ്പൊ വരും. എന്താണെന്നറിയാമോ? മാമിയാർ വീട്ടിൽ നിന്ന് ഒരു വണ്ടി ഇപ്പൊ 2 പേർക്കും പോവാ സുഖമായിട്ട് കേട്ടാ. താടിക്കോട്ട് പിടിച്ചോണ്ട് പോ.